ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ട്രെയിനിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ മേടിക്കാൻ വേണ്ടി കിട്ടുന്ന ഉഴുന്നുവട നല്ല ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. ഒരു 3-4 മണിക്കൂറെങ്കിലും ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. എത്രത്തോളം ഉഴുന്ന് കുതിർന്ന് റെഡിയാവുന്നുണ്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. വെള്ളത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതാക്കണം. ഇപ്പോൾ ഈ ഒരു ഉഴുന്നിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഉഴുന്നിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കാം. ഇത്രയും ഉഴുന്ന് ഒരുമിച്ചിട്ട് അരയ്ക്കാൻ ശ്രമിക്കരുത്. ഒന്നാമത് അരഞ്ഞു കിട്ടത്തില്ല, പിന്നെ നമ്മുടെ ജാറും കേടുവരും. അതുകൊണ്ട് ഞാനിത് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതൊന്ന് എത്രത്തോളം അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അരച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ഇതിൽ കൂടുതൽ അരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി വെള്ളത്തിന് പകരമായിട്ട് 4 കട്ട ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് കട്ട ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ള വെള്ളവും ആവും, നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവത്തതുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇല്ലാതാവുമ്പം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 2 കട്ട ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വേണം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഞാൻ വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായി തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് ഇത്രയും തിക്കായിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി വെച്ചിട്ടുള്ള ഉഴുന്നും കൂടി അരച്ച് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ചെറിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മൈദ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ഉഴുന്നുവടയുടെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതിനു വേണ്ടിയായിട്ടാണ് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ എടുത്ത അളവിനേക്കാളും ചെറിയൊരു സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുക്കേണ്ടത്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുവടയുടെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 സബോളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതേ 1 സ്പൂൺ അളവിൽ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു സ്പൂൺ ആയതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിരുന്നിട്ട് 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. വട മേക്കർ ഉള്ളവർ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലാത്തവർ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അതിനൊപ്പം തന്നെ നല്ലൊരു നൈസായ കോട്ടൺ തുണിയും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു ടവലാണ് എടുത്തിട്ടുള്ളത്. ഈ ടവലൊന്ന് നിവർത്തിക്കൊണ്ട് ഇതിനുള്ളിലേക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് കൂട്ടിപ്പിടിക്കാം. ഈ ടവലിൻ്റെ താഴത്തെ ഭാഗമൊക്കെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം മടക്കി വെച്ചിരിക്കാം. ഈ അടിഭാഗം മൊത്തം ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം വേണം നമ്മൾ എണ്ണയിലോട്ട് മുക്കി പിടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ആ ടവൽ എണ്ണയിലോട്ട് മുങ്ങിയതിന് ശേഷം നമ്മുടെ കൈ പൊള്ളിപ്പോവും. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് വേണം നമ്മൾ മാവ് വെച്ച് കൊടുക്കാനായിട്ട്.
ഇനി ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് നനച്ചെടുക്കാം. ശേഷം ഈ ഗ്ലാസ്സിൽ പറ്റിയിട്ടുള്ള വെള്ളമെല്ലാം നല്ലോണം ഒന്ന് കുടഞ്ഞ് കളയണം. ഇനി ഇതിൽ നിന്നും ഒരു കയ്യിൽ മാവ് എടുത്തുകൊണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ കൈയുടെ വിരലിലൊന്ന് വെള്ളം തൊട്ടതിന് ശേഷം ഇതിൻ്റെ നടുക്കൊന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ മാവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതൊരെണ്ണം ഒരു പ്രാവശ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കയ്യിൽ ഒന്ന് വെള്ളം തൊട്ടതിന് ശേഷം ഇതിന് മുകളിലേക്കൊന്ന് തടവി കൊടുത്താൽ മതിയാവും. ഓരോ തവണയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ വെള്ളത്തിൽ മുക്കിയെടുക്കാനായിട്ട് നിൽക്കേണ്ട ഗ്ലാസ്. ഇപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് ഗ്ലാസ് മെല്ലെ ഒന്ന് പൊക്കി കൊടുത്താൽ ഇതുപോലെ വന്ന് വീഴും. ഇനി ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് വെള്ളം തൊട്ട് തടവിയതിന് ശേഷം വീണ്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇളകി വീഴത്തില്ല. ഇതേപോലെ തന്നെ 4 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗവും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും മാറ്റാം. 4 എണ്ണവും ഇപ്പോൾ എണ്ണയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ മാവും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിലൊക്കെ കയറി ഉഴുന്നുവട കഴിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അതിൻ്റെ ഒരു ടേസ്റ്റ്. അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഉഴുന്നുവടയ്ക്കും ഉള്ളത്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് അറിയുന്നവരുണ്ടാവായിരിക്കും. പുതിയതായി പാചകം പഠിക്കുന്നവർക്കുള്ളതായിട്ടാണ് ഈ വീഡിയോസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.